കർത്താവേ, മക്കൾ തെറ്റായ പ്രണയ ബന്ധത്തിൽ അകപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോവിഡ് കാലത്ത് കർത്താവ് വാടക കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ കടകൾ പൊട്ടിപ്പോവരെ, കടകൾ വിട്ടു കൊടുക്കേണ്ടി വന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു തൊഴിലും പരതൊഴിലുമില്ലാതെ അലഞ്ഞു നടക്കുന്നവരും വീട്ടിൽ ഇരിപ്പായവരെയും എന്തിനു പോകണമെന്ന് ഓർത്തോ കർത്താവെ ഡിപ്രഷൻ ബാധിച്ച് വിട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മനോരോഗികളെ, മാനസിക അസ്വസ്ഥങ്ങളുള്ളവരെ, ഉറക്കമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേപ്പോലെ തന്നെ യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ച ഉള്ളവര്, ജപ്തി നടപടി നേരിടുന്നവര്, വിദൂരങ്ങളുള്ള മക്കള്, ജയിലിലായവര്, നാട്ടിൽ ജയിലായിട്ടുള്ള മക്കള്, കേസ് വന്നിട്ടുള്ളവര്, തർക്കപുരിടങ്ങൾ ഭാഗൂടപ്പടി നടക്കാത്തവര്, കർത്താവേ പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതി തോക്കുന്നവര്, സപ്ലൈയുള്ളവര് എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. റെക്കോർഡ് കൊടുക്കാത്തവര്, കർത്താവ് ഓരോ രാജ്യങ്ങളിൽ യുദ്ധം കാലം പഠനം നടത്തി പോകുന്നവര്, അവർക്ക് വീണ്ടും പഠിക്കണമെന്ന് തോന്നുമ്പോൾ എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ വിഷമിക്കുന്നവര്, അതിന് പണമില്ലാത്തവര്, കപ്പാ പിതാവേ, അതേപോലെ തന്നെ യേശുക്രിസ്തു നാമത്തിൽ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിന് കൃപ ചൊരിയട്ടെ, വഴികൾ തുറയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സദയം തുണയേ സുഖമായി എൻ്റെ ഉള്ളം അരികെ വരണേ. സദയം തുണയേ സുഖമായി എൻ്റെ ഉള്ളം. മക്കളെ, മൗനമായി പ്രാർത്ഥിച്ച് വളരെ തീക്ഷ്ണമായി, ഏറ്റവും നല്ല സമയമാണിത്. എന്തെങ്കിലും വിഷയം അച്ഛൻ നിങ്ങളുടേത് റെഫർ ചെയ്യാതെ പോന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അമ്മ ജീവനോടെ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അച്ഛന് പിന്നീട് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവേ, സ്വകാര്യമായി മക്കൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ, ഇവിടെ തീർത്ഥാടനത്തിലിരിക്കുന്നവരും ഓൺലൈനിലായിരിക്കുന്നവരും ഇപ്പോൾ സ്വകാര്യമായി പ്രാർത്ഥിച്ച കാര്യങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ പരിശുദ്ധ അമ്മ വഴി ഏൽപ്പിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ കൈകൾ നീട്ടണമേ. അപ്പം ആ മക്കളിപ്പോൾ സ്വകാര്യമായി പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിൻ്റെ മേലും കൈകൾ നീട്ടണമേ. തർക്കപ്പുരയിടങ്ങളും കേസുകളുടെ മേലും കൈ നീട്ടണമേ. മക്കളില്ലാത്ത അവസ്ഥ നമ്മൾ കൈ നീട്ടണമേ. വെറുപ്പിലും വൈരാഗ്യങ്ങളിലും ഭീഷണികളുടെ സങ്കടങ്ങളിരിക്കുന്നവരെ കർത്താവെ അപ്പാ വിടുവിക്കണമേ. ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും കർത്താവെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ, കഴിഞ്ഞവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, എല്ലാ മാസ്റ്ററും ഏജൻറ്റിൻ്റെ കയ്യിൽ പണം കുടുങ്ങിപ്പോയവരെ, യൂണിവേഴ്സിറ്റിയിൽ പണം കുടുങ്ങിപ്പോയവരെ അപ്പാ ഇപ്പോഴ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കുക, അഭിഷേകം സ്വീകരിക്കുക. അമ്മ എന്തുകൊണ്ടാണ് ഓപ്ഷൻ വെക്കാത്തത്? 2-3 ഓപ്ഷൻ അമ്മയുടെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ. ഐദർ ഓർ, അതല്ലെങ്കിൽ ഇത്, യേശു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം, സാഹചര്യം. എപ്പോഴാണ് അന്ധത വരണത്? ഓപ്ഷൻ വെക്കുമ്പോഴാണ് അന്ധത വരണത്. അമ്മ എന്തുകൊണ്ടാണ് ഓപ്ഷൻ വെക്കുക? അമ്മയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടല്ലോ. കാനായിൽ വെള്ളം വീഞ്ഞ് തീർന്നു പോകുമ്പോൾ ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു സെലക്ഷൻ ഉണ്ടല്ലോ, അല്ലേ?
തിരഞ്ഞെടുക്കാനുള്ള മറ്റു മാർഗങ്ങളില്ലേ? വായ്പ വാങ്ങിക്കാം. ചടുത്തിമാർ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ, കുടുംബത്തിൽ എന്തെങ്കിലും തീർന്നു പോയാൽ പിന്നെ ഉടനെ നമ്മൾ ഫോൺ വിളിക്കുന്നത് നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഫോൺ വിളിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ അയൽവാസികളുടെ നിന്ന് വായ്പ വാങ്ങിക്കാം, അല്ലെങ്കിൽ കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാം, ഓപ്ഷനല്ലേ? കനായിൽ വെള്ളം വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അമ്മയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടല്ലോ, തിരഞ്ഞെടുക്കാനുള്ള വേറെ ഒരു വകുപ്പുണ്ടല്ലോ. ഒന്നെങ്കിൽ അടുത്ത കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാം വീഞ്ഞ്, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാം. 2 ഓപ്ഷനുണ്ട്, ഏറ്റവും കുറഞ്ഞത്. ആരെങ്കിലും വിടാം. പക്ഷെ അമ്മ ഈ ഓപ്ഷനൊന്നും എടുത്തില്ല. യേശു അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ ഓപ്ഷൻ എടുക്കുന്നത് മണ്ടത്തരമാണെന്നാണ് സുവിശേഷം പറയണത്. ഗോട്ട് ദ പോയിന്റ്. യേശു നിൻ്റെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നീ നിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ റെഫറൻസ്, ആ റെഫറൻസിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റീസൺ ആയിരിക്കണം. ഇമ്മീഡിയറ്റ് ഫസ്റ്റ് റെഫറൻസ്. ഈ ഫസ്റ്റ് റെഫറൻസ് യേശു ആകണമെങ്കിൽ അതനുസരിച്ച് മൈൻഡ് പ്രോഗ്രാം ചെയ്യണം. നമുക്ക് പെട്ടെന്ന് വിശ്വാസം പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സൈക്കിൾ ഇടിച്ച് എൻ്റെ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ സ്വന്തം അമ്മേനെ വിളിക്കണത് ആദ്യം. അല്ലെങ്കിൽ ചിലർ എൻ്റെ മാതാവേ എന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ പ്രോഗ്രാംഡ് കറക്റ്റാണ്. പക്ഷെ നമ്മൾ ചെയ്യണത് എന്താണ്? ചെയ്യണത് ആദ്യം മരുന്ന് ചെയ്യും, പിന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷനാണ് വരണത്. മരുന്ന് ചെയ്യേണ്ടെന്നല്ല എൻ്റെ അർത്ഥം. മരുന്ന് ചെയ്യുമ്പോഴും ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. എന്താ കാര്യം? മരുന്നോ ലേപനോ അല്ല, അങ്ങയുടെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുന്നത്. ഇതെല്ലാം മനുഷ്യന് കൊടുത്ത അറിവാണ്. ആ അറിവിനേക്കാൾ വലുതാണ് ആ മരുന്ന് ശരീരത്തിൽ പിടിക്കാനുള്ള കർത്താവിൻ്റെ കൃപ. പക്ഷേ ഇത് ഫസ്റ്റ് ഓപ്ഷനിൽ വരണം. അപ്പോഴാണ് സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം അത് പലപ്പോഴും സ്റ്റെപ്പ് ഡൗണായി പോകാൻ കാര്യം എന്താണ്? സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് കൊണ്ടാണ്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസം സെക്കൻഡായി പോയിരുന്നേനം അമ്മ വീഞ്ഞ് വായ്പ വാങ്ങിക്കാൻ വിട്ടേച്ചെങ്കിൽ, അല്ലെങ്കിൽ വീഞ്ഞ് കടം വാങ്ങിക്കാൻ വിട്ടേച്ചെങ്കിൽ ഞങ്ങൾക്ക് അപ്പോൾ പ്രായോഗികമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനുഷികമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഫസ്റ്റ് റെഫറൻസ് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈപിടിച്ച് പിടിച്ച് നിന്നിട്ട് വേണം ബാക്കി അങ്ങോട്ട് എങ്ങനെ മൂവ് ചെയ്യാൻ. ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞാൽ പോലും കൊന്തയെടുത്ത് തിരുമ്മിക്കൊണ്ട് വേണം ആശുപത്രി പോകാൻ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? ഇങ്ങനെ എല്ലാത്തിനും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് വരണം. ഓട്ടോമാറ്റിക്കായിട്ട് വരണമെങ്കിൽ ഇപ്പം തന്നെ ഇപ്പോൾ നീ ഗർഭിണിയാണ്, അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിനൊരു അസുഖം വന്ന് പെട്ടെന്ന് റെഫറൻസ് എന്താ? പരിചയമുള്ള ഗൈനക്കിനെ വിളിക്കും. അതപ്പോൾ ഫസ്റ്റ് റെഫറൻസ്. സെക്കൻഡ് റെഫറൻസിലാണ് ഈശോ വരണത്, അല്ലേ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇത് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് റെഫറൻസിലേക്ക് വരണം. അപ്പോഴാണ് സ്റ്റെപ്പ് ഡൗണിൽ നിന്ന് സ്റ്റെപ്പ് അപ്പിലേക്ക് വരണത്. അതായത് നമ്മൾക്ക് ആദ്യമേ അടുത്ത ശ്വാസത്തിൽ യേശുവിൻ്റെ എന്ത് അത്യാഹിതത്തിന്, ഇപ്പം നമുക്കറിയാമല്ലോ, നമുക്ക് സന്തോഷമുള്ളപ്പോൾ ദൈവത്തെ വിളിക്കുന്നവർ, ഉയർന്ന നിലവാരമുള്ള വിശ്വാസം നിലനിർത്തുന്നവർ ദൈവത്തോട് ബന്ധമുള്ളവരാണ്. ഒരു 97% നീ അവിശ്വാസിയാണോ വിശ്വാസിയാണോ എന്നറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ മാർഗം? നിൻ്റെ സന്തോഷ സമയത്ത് നീ ആരെയാണ് ഓർക്കണത്? എന്തിനാണ് ഓർക്കണത്? ദൈവത്തെ ഓർക്കുമായിരിക്കും, പിറ്റേ ദിവസം ഓർക്കുമായിരിക്കും. അവിടെ വെച്ച് പോയി നിൻ്റെ പരിപാടിയില്ല. ഇപ്പം സങ്കടം വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കും, അത് ആരായാലും വിളിക്കും. പക്ഷേ നിനക്ക് സന്തോഷം വരുമ്പോൾ നീ പരീക്ഷ ജയിച്ച് ഉന്നതമായ വിജയം കിട്ടി, അല്ലെങ്കിൽ നിനക്ക് പ്രൊമോഷൻ കിട്ടി,
അല്ലെങ്കിൽ നിൻ്റെ കുടുംബം ചിലവ് ഇപ്പോൾ കോവിഡിൻ്റെ കാലമാണെങ്കിലും കുടുംബം നടത്തി കർത്താവ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളോർക്ക് ഞാൻ ജോലി ചെയ്തിട്ടല്ലേ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ നീയാണ് ഫസ്റ്റ് റെഫറൻസിൽ വരണത്. നിനക്ക് ജോലി ചെയ്യാൻ ആവത് വേണ്ടേ? ജോലി ചെയ്യാൻ അവസരം വേണ്ടേ? ആവതും അവസരവും തന്നത് ആരാണ് എന്ന് ഇപ്പം ഈശ്വര വിശ്വാസി അല്ലെങ്കിൽ അവർ പറയും അവരാണെന്ന് പറയും. അത് കുഴപ്പമില്ല, കാരണം അവർ ഈശ്വര വിശ്വാസി അല്ലല്ലോ. അവർക്ക് ഈ ലോകം മാത്രമല്ലേ ഉള്ളൂ. അവരെന്തെങ്കിലും പറഞ്ഞ് ജീവിച്ചോട്ടെ. പക്ഷേ ഈശ്വര വിശ്വാസിയായ നിനക്കൊരു സന്തോഷം വരുമ്പോൾ ആദ്യം അതിൻ്റെ കാരണം അതിൻ്റെ ആവതും അവസരവും തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ മുട്ടി നിന്ന് നന്ദി പറയാൻ കഴിയാതെ, അത് എനിക്ക് കഴിവുള്ളത് കൊണ്ടാണ്, എനിക്ക് കഴിവില്ല എന്നെ വിളിക്കുക എന്നൊക്കെ ഓരോ കമ്പനിയിൽ പോണ കാര്യമൊക്കെ നീ ചിന്തിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ കാര്യം സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് പോകും. എൻ്റെ മക്കളെ എന്നും കൊന്നും ഇങ്ങനെ ഒരു ബറാബർ വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ഇത് വളരണം. അതുകൊണ്ടാണ് ഞാൻ ഈ തത്തമ്മയും പൂച്ച ഈസോപ്പ് കറയും പഞ്ചതന്ത്രം കഥയൊന്നും പറഞ്ഞ് അൾത്താറയും ഞാൻ പറയത്തില്ല ഈ സാധനമൊന്നും. എന്താ കാര്യം? അവിടെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ചില ആൾക്കാരൊക്കെ ആൾത്താരക്കാരെന്ന് എന്ത് ബോധം പോകും, അവരുടെ റിലേ പോവും. അവർ യൂണിയനും സമരവും മറ്റേ കാര്യങ്ങളൊക്കെ പറയണം. ഇതൊന്നും പറയാൻ ഒരു ബാധ്യതയും ആരും അനുവദിച്ചിട്ടില്ല. കർത്താവിൻ്റെ വചനമാണ് പറയേണ്ടത്. അവിടെ കർത്താവിൻ്റെ വചനം പറയേണ്ട സ്ഥലമാണ്. അത് പറയാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ കൃപ നിനക്ക് കാലക്രമേണ ദൈവം തിരിച്ചു പോകും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ, നിനക്കൊരു സന്തോഷം വന്നു, നിൻ്റെ കുഞ്ഞ് ജയിച്ചു, അല്ലെങ്കിൽ അതിനൊരു ട്രോഫി കിട്ടി, ഉടനെ കർത്താവെന്ന് വിളിക്കണം. കർത്താവെന്ന് വിളിച്ച് കർത്താവ് നന്ദി പറഞ്ഞിട്ട് വേണം ബാക്കി. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന പോലെ ഡിവൈൻ പവറിൻ്റെ സ്റ്റെപ്പ് അപ്പിങ് വരണത് അങ്ങനെയാണ്. ഡബിൾ ഓപ്ഷൻ ഇല്ലാതെ വയ്ക്കുന്ന സിംഗിൾ ഓപ്ഷൻ, അത് കർത്താവാണ്. അതുകൊണ്ടാണ് സ്റ്റീഫൻ പ്രാർത്ഥിക്കുന്നത്, പിതാവേ ഈ തെറ്റ് കർത്താവ് ഈ തെറ്റ് അവരുടെ മേൽ ആരോപിക്കരുത്, നീ അവരോട് ക്ഷമിക്കണമേ. അതാ സംഭവം. എന്താണ്? അത് കർത്താവിൻ്റെ വചനമാണ്. ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച വചനമാണ്. ആ വചനമാണ് സ്റ്റീഫൻ പറയണത്, ഈ തെറ്റ് അവരുടെ മേൽ നീ ആരോപിക്കരുതേ, മറിച്ച് നീ അവരോട് ക്ഷമിക്കണമേ. അപ്പം അതിനേക്കാൾ ഉപരി ഇത് പറഞ്ഞോടുകൂടി, വചനം പറഞ്ഞോടുകൂടി ഇവൻ്റെ മുഖം സ്വർഗദൂതന്മാരുടെ മുഖം പോലെ അങ്ങ് ശോഭിക്കും. സ്വർഗദൂതന്മാരുടെ മുഖം പോലെ ശോഭിക്കും. ഈ വചനവും മുഖത്തിൻ്റെ ശോഭയുമാണ് അതായത് ആ വേട്ടക്കാരനായ സാവൂളിനെ ഒതുക്കിക്കളഞ്ഞത്. സാവൂള് ഇതും ചിന്തിച്ചോടാണ് കുതിരപ്പുറത്ത് പോണത്. അടുത്ത ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴാണ് സ്റ്റീഫൻ്റെ മുഖം ഇവൻ്റെ മനസ്സിലുണ്ട് എപ്പോഴും. കാര്യം ഇവൻ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ പോലും ഇന്ന് വരെ സ്വർഗത്തോട് നോക്കി കണ്ടിട്ടില്ല. ഇവൻ തന്നെ ഗമാലിയൻ്റെ ശിഷ്യനായിട്ട് വലിയ ഫരിസേനാണ്. നിങ്ങൾ ഫരിസേനാണോ എങ്കിൽ ഞാനും ഫരിസേനാണ്. നിങ്ങൾ റോമൻ പൗരനാണോ എങ്കിൽ ഞാനും റോമൻ പൗരനാണെന്നൊക്കെ പറഞ്ഞ് വാഗ്വാദങ്ങൾ നടത്തി കേമത്തം നടിക്കണമെന്നല്ലാതെ സ്വർഗം കണ്ടിട്ടില്ല. അപ്പം തങ്ങൾ കല്ലെറിയുന്ന ഒരു മനുഷ്യൻ, കല്ലെറിഞ്ഞ് കൊല്ലാൻ പോകുന്ന മനുഷ്യൻ ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൻ സ്വർഗം കണ്ട് എന്ന് പറയുമ്പോൾ, ഞാൻ ഈ കാലങ്ങളെല്ലാം പ്രാർത്ഥിച്ച പഴയ നിയമത്തിൻ്റെ മുഴുവൻ വചനങ്ങൾ, മുഴുവൻ സങ്കീർത്തനങ്ങൾ ഞാൻ പഠിച്ചു. ഗമാലിയേലിൻ്റെ പാദാന്ത്യത്തിൽ ഇരുന്ന് ഞാനിതെല്ലാം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടും ഇന്ന് വരെ സ്വർഗം കണ്ടിട്ടില്ലെങ്കിൽ, സ്വർഗം കാണണമെങ്കിലേ, സ്വർഗത്തെ വെറുതെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യണമെങ്കിലേ അവൻ കർത്താവ് യേശുക്രിസ്തു നാമം വിളിച്ച് അപേക്ഷിക്കണമെന്ന് സാവൂളിന് മനസ്സിലായി. അതോടുകൂടി ഇടിമിന്നലേറ്റവൻ വീഴും. സാവൂൾ അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും, നീ പീഡിപ്പിക്കുന്ന യേശുവാണ്. അപ്പോഴാണ് പിന്നെയാണ് സ്വർഗം കാണാനുള്ള യാത്ര പൗലോസ് തുടങ്ങണത്. പൗലോസ് പറയണത് 14 വർഷത്തിന് മുമ്പ് ഞാൻ സ്വർഗം കണ്ടെന്ന് പറയും. അത് ആത്മാവോട് കൂടിയാണോ ശരീരത്തോടു കൂടിയാണോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടു.
അപ്പോൾ കർത്താവിൻ്റെ വേദസാക്ഷികളെ ക്രിസ്തീയ ജീവിതം ത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ സഹന സമയങ്ങളിലും എന്താ പറയണത്? നമ്മൾ കർത്താവിൻ്റെ വചനം കൊളോസ്യൻസ് മൂന്നാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ കൊളോസ്യൻസ് 3-ാം അധ്യായത്തിൽ ഒത്തിരിയേറെ വചനങ്ങൾ ദൈവികമായ രഹസ്യങ്ങളുള്ളതാണ്. ഈ 3-ാം അധ്യായങ്ങളിൽ നിന്ന് തന്നെയാണ് ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പൗലോസിൽ നിന്ന് അനുഭവങ്ങൾ അറിയണത്. പൗലോസ് എന്താ പറഞ്ഞത്? ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞല്ലേ? അച്ഛൻ ഇടയ്ക്ക് പറയുന്ന വചനമാണ്. കാര്യം എനിക്ക് അഭിഷേകം കിട്ടിയ വചനമാണത്. എൻ്റെ ശുശ്രൂഷക്കാലത്ത് എനിക്ക് മാത്രം ദൈവം തിരിഞ്ഞു തന്നൊരു വചനമാണത്. ഞാൻ എപ്പോഴും പറയും അത്. പക്ഷെ ഒരു തരത്തിലല്ല, പലതരത്തിൽ പറയും. പലതരത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞതാണ് സുവിശേഷം. എന്താണ്? ക്രിസ്തു എല്ലാമാണ്. കൊളോസ്യൻസ് 3:11 വായിക്കത്തില്ലേ? ക്രിസ്തു എല്ലാമാണ്. അതാണ് ഈ ഓപ്ഷൻ ഇല്ലാത്തത്. എന്തുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ? തിരഞ്ഞെടുപ്പ്. അതായത് ക്രിസ്തു എല്ലാമാണ്. പിന്നെ എന്താണ്? എല്ലാവരിലുമാണ്. ഈ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണെന്ന് പൗലോസ് എത്രയോ വർഷം കഴിഞ്ഞാൽ മനസ്സിലാക്കിയത്. പക്ഷെ ആദ്യം മനസ്സിലാക്കിയത് ആരാണ്? അമ്മയാണ്. അതാണ് അമ്മയ്ക്ക് ഓപ്ഷൻ ഇല്ലാതെ വന്നത്. പെട്ടെന്ന് അമ്മ വീഞ്ഞ് തീർന്നു പോയപ്പോഴേ, അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പെട്ടെന്ന് അമ്മ വായ്പയ്ക്ക് വിടാതെയോ വിലക്ക് വാങ്ങിക്കാൻ വിടാതെയോ നേരെ ഈശോൻ്റെ അടുത്ത് വരാൻ കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഇനി പേടിക്കണ്ട, ഇനി കൂടി വന്നോളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്ലേറ്റ്ലെറ്റ് കൂടിയത്. അങ്ങനെ അവൻ റിക്കവറായി വരണവരെ ഞാൻ ലോക്കറ്റ് മേത്തുനിന്ന് മാറ്റിയില്ല. ഞാൻ അങ്ങനെ ആ പ്രെയർ കൂടി പിന്നെ വചനവും പറിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവൻ റിക്കവറായി. അങ്ങനെ മാതാവ് ആ ഒരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോൾ അവൻ ഡോക്ടർ പറയുമായിരുന്നു, എങ്ങനെയോ ഈ കൊച്ച് കയറി പോകുന്നതാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് നേർച്ച നേർന്നായിരുന്നു. 2 പേരും സുഖമാണെങ്കിൽ അവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് നേർച്ച നേർന്നു. മോളും റിക്കവറായി. 2 പേരുടെയും കൗണ്ട് കൂടി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഓഗസ്റ്റിൽ ഇവിടെ വന്നതാണ്, പുതുക്കാൻ വന്നപ്പോൾ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വരാൻ നിർത്തിയിരുന്നപ്പോഴാണ് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ജോലിക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാറില്ല, ഞാൻ ധൃതി പിടിച്ച് അങ്ങ് പോവും, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ മദർ-ഇൻ-ലോനെ കാണാൻ വേണ്ടി ഞാൻ പോയായിരുന്നു. അമ്മച്ചി സർജറി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ സിസ്റ്റർ-ഇൻ-ലോ ഉണ്ടായിരുന്നു, നേഴ്സാണ്. അപ്പോൾ അവർക്കത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അവർ കഴുത്തിൽ ഒരു ഇതുപോലെ ഉണ്ട് ചേച്ചി, അത് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയല്ലാത്തൊരു ഇതാണ് ചേച്ചി, വേഗം കാണിക്കണമെന്ന് പറഞ്ഞു. ഞാനന്ന് വേഗം സർജനെ കൊണ്ടേ സർജനെ കാണിച്ചപ്പോൾ സ്കാനിങ്ങിന് എഴുതി. സ്കാൻ റിപ്പോർട്ട് വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇതിൻ്റെ ഒരു ദിവസം പോലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, വേഗം തന്നെ സർജറി ചെയ്ത് കളയണം ചേച്ചി, ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെക്കേഷൻ ആവട്ടെ, ഡിസംബർ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ സിസ്റ്ററിലോ സമ്മതിച്ചില്ല, നിർബന്ധം പിടിച്ചു. എൻ്റെ മോളും സമ്മതിച്ചില്ല. അങ്ങനെ ഒക്ടോബറിൽ 21-ാം തീയതി സർജറി. തലേ ആഴ്ചയാണ് ഇത് സംഭവം ഞാൻ അറിഞ്ഞത്. പിറ്റേ ആഴ്ച തന്നെ പെട്ടെന്ന് സർജറി ചെയ്തു. സർജറി ചെയ്തപ്പോൾ അതിൽ മൾട്ടിപ്പിളായിട്ട് നോഡ്യൂൾസ് ഉണ്ടായിരുന്നു, കൂട്ടത്തിലൊരു ട്യൂമറും ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്ററിൽ അത് ശരിക്കും അത് ക്യാൻസറിൻ്റെ ഒരു ഇതാണ് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നത്. അപ്പോൾ ബയോപ്സി വന്നപ്പോഴത്തേക്കും ഒരു 10 ദിവസം കഴിഞ്ഞ് ബയോപ്സി വന്നപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ക്യാൻസറൊന്നും ആയേക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ബയോപ്സി വന്നപ്പോഴത്തേക്ക് അത് ക്യാൻസറസ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് ബയോപ്സി വന്നത്. പക്ഷേ അതൊരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകണമായിരുന്നു. ആ ഒരു ടൈമിൽ എടുത്തില്ലായിരുന്നെങ്കിൽ അത് സ്പ്രെഡാകുന്നൊരു ട്യൂമറായിരുന്നു. അത് എന്നെക്കൊണ്ട് അത് സിസ്റ്ററിലോ ഭയങ്കരമായിട്ട് എന്നെ വഴക്ക് പറഞ്ഞ് നിർബന്ധിച്ചാണ് അത് ചെയ്യിച്ചത് ആ സമയത്ത്.
പക്ഷെ അത് മാതാവ് തന്നെയാണ് ആ സമയത്ത് തന്നെ എനിക്കത് എടുത്ത് കളഞ്ഞിച്ചത്. അല്ലെങ്കിൽ അത് ഞാൻ ഡിസംബർ ആവട്ടെ എന്നും പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ അത് സ്പ്രെഡ് ആവുമായിരുന്നു. ആ ഒരു സമയത്തിൻ്റെ ആ ഒരു ഇതിലാണ് അത് എടുത്ത് കളഞ്ഞത്.